ക്രിഷ്. Hey, hi. ഇന്ത്യയിലേക്ക് പോയാലും ഇവൻ എന്നെ വെറുതെ വിടില്ലെന്ന് വിചാരിച്ചോ? നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ? ക്രിഷ്. യാ, ഐ നോ. അമേരിക്കയിലെ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലറാ ഞാൻ. നിന്നെ പിന്തുടർന്ന് പ്രേമിച്ച എന്നെ വിട്ടിട്ട് നിന്റെ കുട്ടിക്കാലത്ത് നിന്നോടൊപ്പം പഠിച്ച മഹാദേവനെ തേടി പോയില്ലേ നീ? അവൻ എവിടെയുണ്ടെന്നും എന്താ ചെയ്യുന്നെന്ന് പോലും അറിയില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ പോലും ഇല്ല. നിന്റെ കോൺഫിഡൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അവനോടുള്ള പ്രണയമാണ് എന്റെ കോൺഫിഡൻസ്. ഹേ യു സീ, പോയ 7 വർഷം കൊണ്ട് നിന്റെ ലവ് സ്റ്റോറി കേട്ടുകൊണ്ടേ ഇരിക്കാൻ ഞാൻ. സോ എനിവേ, എന്റെ ലവ് ഫെയിലിയർ ആയാലും നിന്റെ ലവ് ഫെയിലിയർ ആവാതെ പോട്ടെ. നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. താങ്ക് യു ക്രിഷ്. ബൈ. ബൈ ശ്രീ, ടേക്ക് കെയർ. വെയിറ്റ്. ഇവനെന്താ ഒറ്റയ്ക്കാണല്ലോ ഇന്ന്? ഈ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഇവൻ എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്യുന്നു. കൺട്രോൾ ചെയ്യും. എക്സ്ക്യൂസ് മീ. ഹായ്, ദിസ് ഈസ് ഋഷിത. ഈ കമ്പനിയിലെ എന്റെ ഫസ്റ്റ് ഡേ ആ ഇന്ന്. ജോയിനിങ് ഫോർമാലിറ്റീസ് ഒക്കെ ആരോടാ ചോദിക്കേണ്ടത്? ബൈ ദ വേ, മേ ഐ നോ യുവർ ഗുഡ് നെയിം പ്ലീസ്? What's wrong? ഹായ്. സോ നിങ്ങളും ജോയിൻ ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാൻ വന്നാണ്? Yes, I am Rishida. നൈസ് നെയിം. ഐ എം ഗിരിത. സോ യു ആർ ജോയിനിങ് ക്യൂ ഹബ്? Yeah. ഇനി നിങ്ങൾ എനിക്കൊരു ബന്ധം കൊണ്ടുവരണ്ട. ശരിയെന്നാ പോമയ്ക്ക്. എന്താടാ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. എന്റെ അച്ഛൻ പറഞ്ഞ പോലെ ലവ് മാരേജാ നല്ലത്. അതാണ് നല്ല തീരുമാനം. എക്സ്ക്യൂസ് മീ. Yeah, please. Nice meeting you guys. Now explain to the first project. മനസ്സിലായോ? Yeah. So, you have any question? ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. Yeah. നമ്മുടെ കമ്പനിയിലെ പോളിസീസ് ലൈക്ക് യു ഷുഡ് നോട്ട് മാരി എനിവൺ ഇൻസൈഡ് ദ കമ്പനി, അങ്ങനെയല്ലേ? No. Why? അതായത് എംപ്ലോയീസിന്റെ ഇടയ്ക്ക് ലവ് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലേ? കപ്പിൾസിന് ഈ കമ്പനിയിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നതിന്? ഇൻഫാക്ട് മാരേജ് ബ്യൂറോസ് എല്ലാം നമ്മുടെ ഓഫീസ് സ്റ്റാഫ്സിനെ പറ്റി മാത്രമേ ചോദിക്കുള്ളൂ. എന്തുപറ്റി? സോ വാട്ട്സ് യുവർ ഏജ്? Is it really matter to you? എനി ഇഷ്യൂസ് ടു സേ? July 28th. Are you single or married? ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നല്ലോ. ഇപ്പോഴും ഇവൻ സിംഗിളാ. ഇതുവരെ ഒരു ലവ് അഫെയർ പോലും ഉണ്ടായിട്ടില്ല. കല്യാണം പോലും കഴിച്ചിട്ടില്ല. വേണമെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കോ. ഗ്രേറ്റ്. ബട്ട് വൈ? കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലോ. ഉള്ളില് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? Hey, get out. I love you. What? Love at first sight. Not interested. ലവിന് ഇൻട്രസ്റ്റ് ഇല്ലെന്നാണോ? മാറും. നിങ്ങളൊന്ന് പുറത്തേക്ക് നോക്കേ. ബൈ. എന്താടാ ഇപ്പോഴല്ലേ അറേഞ്ച് മാരേജ് വേണ്ട ലവ് മാരേജ് മതി എന്ന് പറഞ്ഞേ? ആ പെണ്ണ് ഇങ്ങോട്ട് പ്രൊപ്പോസ് ചെയ്തിട്ട് നീ എന്താ വേണ്ടെന്ന് പറഞ്ഞേ? അവൾ എനിക്ക് ഇഷ്ടമായില്ലടാ. ആ പെണ്ണിനെ നിനക്ക് ഇഷ്ടമായില്ലെന്നോ? നിനക്ക് പിന്നെ ഏത് ടൈപ്പ് പെണ്ണാ വേണ്ടത്? ഞാൻ പറഞ്ഞറിയില്ല, കാണിച്ചു തരാം. നിക്ക്.
ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട ഫീൽ വരണോടാ. പിന്നെ കാണണം തോന്നണം. ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് കയറി വന്ന് ഐ ലവ് യു പറഞ്ഞാടല്ലോ, എങ്ങനെ ഇഷ്ടവനാ? ഏയ്, നീ ഇപ്പോഴും പഴയ കാലത്തിലാടാ ജീവിക്കുന്നേ. ഇക്കാലത്തെ പെൺകുട്ടികള് നിലവിളക്ക് കത്തിക്കുന്നതിന് പകരം വാട്സപ്പിലെ ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് വരെ പറയുന്ന സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. ഡാ, നിന്റെ മോന്തേക്ക് ആ പെണ്ണ് വളരെ കൂടുതലാ കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കടാ, ആ പെണ്ണ് കീർത്തി സുരേഷിനെക്കാളും സൂപ്പർ ആയിരിക്കും. ഛീ, ഒരു രസമില്ല, ഒന്ന് പോടാ. എന്നാ വിട്ടേക്ക്, പണി ചെയ്യാൻ നോക്ക്. ഛേ, ഇവൻ മാറാനൊന്നും പോണില്ല. Hi guys, all the best for our go lives. This go live is going to be the biggest milestone to our company, right? Okay. ഭരത് സർ, നിന്റെ കോഡിംഗ് കണ്ടിരുന്നു. എക്സലന്റ്, താങ്ക് യു സർ. മാർവലസ്. ഇത്ര നന്നായിട്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ 2 വർഷം ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട് സാർ. ഇതിനെ കുറിച്ചൊന്നും ആർക്കും അറിയില്ല സാർ. താങ്ക് യു സർ. എനിക്ക് മനസ്സിലായി. ഇനി നിന്നെ ഞാൻ നോട്ട് ചെയ്തോളാം. ബൈ ദ ബൈ, സെൻസർ വിത്ത് ആക്സെപ്റ്റ് ദ മാനുവൽ അതുപോലെ തന്നെയല്ലേ ചെയ്തത്? അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ 6.5 ആക്കി വെച്ചിട്ടുണ്ട് സർ. 6.5. ഓക്കെ. ആൻഡ് സെൻസർ ഹൈ ആക്സെപ്റ്റ് ദ മാനുവൽ 12 inches. അത് ഞാൻ കുറച്ചും കൂടി നന്നായിക്കോട്ടെ എന്ന് വെച്ച് 14 ആക്കി വെച്ചിട്ടുണ്ട് സർ. ഓക്കെ, ഹോപ്പ് ദിസ് ഗോ ലൈവ് വിൽ ഗോ സ്മൂത്ത്ലി. ഈ ഒരു പ്രൊജക്റ്റ് എങ്ങനെയെങ്കിലും സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ 100 പ്രൊജക്റ്റുകൾ വരും. സോ ഈ ഒരു നിമിഷം നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി ലൈവ് സ്ക്രീൻ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. എനി പ്ലീസ് സ്വിച്ച് ഓൺ ദ സ്ക്രീൻ. ഹിയർ ഇസ് എ ലൈവ് സ്ക്രീൻ. ഹേ ടോം. All the best for your project. യാ, പ്ലീസ് ഗോ അഹെഡ്, ക്യാരി ഓൺ. കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഡു ദിസ്. സെൻസർ ഷോർട്ടായി വാട്ടർ ഫ്ലഷ് ആവും. 1 2 ഇപ്പൊ നോക്കിയോ? Shit! What the man? Tom, can you please check it once again properly? I'm not sure whether I can sue properly, but I'm sure I will sue your company properly. ഭരത്, സർ, വാട്ടർ സ്പീഡ് ആസ് മാനുവൽ 5 km/h ഉണ്ടാവുണ്ടല്ലേ? അത് കുറച്ച് നന്നാവാൻ വേണ്ടി ഞാൻ 15 kph ആയിട്ട് വെച്ചു സർ. 50 kmph. Your son is in Trinity International School. Yes, boss. യോഗേഷ്, കം ടു കോൺഫറൻസ്. Yeah, come in. Good morning, ladies and gentlemen. Good morning. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇമേജ് ബേസ്ഡ് സെർച്ച്. ഗൂഗിളിൽ നമ്മൾ ടെക്സ്റ്റ് ചെയ്തിട്ട് സെർച്ച് ചെയ്യും. എന്നാൽ നമ്മുടെ സെർച്ചിങ്ങിൽ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഇനിയും ആക്യുറേറ്റ് ആയി ആൻഡ് പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുക്കുന്നത് പോലെ നമ്മൾ ഒരു സോഫ്റ്റ്വെയറിനെ ഡിസൈൻ ചെയ്യാൻ പോകുന്നു. എക്സലന്റ് ഡെമോ യോഗേഷ്. ആർക്കെ 1 month നമുക്ക് പ്രോട്ടോടൈപ്പ് വേണം കേട്ടോ. ഓക്കെ അല്ലേ? യെസ്, വി ക്യാൻ ഗിവ് ഇറ്റ്. ഗുഡ്. കീപ് ഇറ്റ് അപ്പ് യോഗേഷ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇത് നമ്മുടെ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആണ്. ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിന് ഗൂഗിളിൽ തന്നെ കോമ്പറ്റീഷൻ ആയിരിക്കും. 1 മാസത്തിനുള്ളിൽ പ്രോട്ടോടൈപ്പ് തീർക്കുക. നിന്നെ വൈസ് പ്രസിഡന്റ് ആക്കുന്നത് എന്റെ ചുമതലയായിരിക്കും. ഓ, താങ്ക് യു സർ. Welcome. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ് യോഗേഷ്. ഇഷിത, ഋഷി നിന്നെ ഡ്രോപ്പ് ചെയ്യും കേട്ടോ. നീ എത്തിയ ശേഷം ഫോൺ ചെയ്യണം. Bye. ബൈ ബൈ ഋഷി. കാണാൻ നല്ല സ്മാർട്ട് ആയിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെ പോലെ ഉണ്ടല്ലോ. നീ ക്യാബ് ഡ്രൈവറാ? ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ മറ്റെന്തൊക്കെയോ കരുതിയത്. ഓ, എനിക്ക് മനസ്സിലായി. ലെഫ്റ്റ്. ബൈ ഋഷി. ഹായ് ഓംകാർ. ഹായ് ഇഷിത, കം ഓൺ. ഏയ്, സോറി ടു ഡിസ്റ്റർബ് യു.
അതൊന്നും കുഴപ്പമില്ല. ഒരു ചെറിയ സഹായം വേണമായിരുന്നു. എനിക്ക് ഈ വീക്കെൻഡ് നാട്ടിലേക്കൊന്ന് പോണം. ക്യാബ് ബുക്ക് ചെയ്യണമെന്നുണ്ട്. നിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ? ഋഷീനെ അറിയില്ലല്ലേ? ഞാനൊന്ന് വിളിച്ചോട്ടെ. ഓക്കെ. ഹലോ ബ്രോ, വീക്കെൻഡിൽ ഇഷിതയ്ക്ക് ഒരു സ്ഥലം വരെ പോണം. നീ റെഡിയാണോ? ഓക്കെ, ഒരു 5000 രൂപയാവും. ഞാൻ ഫുൾ ടാങ്ക് അടിച്ചിട്ട് വരാം. പരിപാടി കഴിയുമ്പോൾ ടാങ്ക് ഫുള്ളാക്കി തന്നാൽ മതി. ഓക്കെ ബ്രോ. ആ ഋഷി സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. നിന്നെ അവൻ പിക്കപ്പ് ചെയ്തോളും. 5000 പ്ലസ് ഡീസൽ. ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ അവൻ നിന്നെ കൊണ്ടുപോയിട്ട് സുരക്ഷിതമായിട്ട് കൊണ്ടുവരും. ഓക്കെ, താങ്ക് യു. ആ. ഹേ, നല്ല ചൂടായിട്ട് കോഫി കുടിച്ചാലോ? ഐ എം ബിസി നൗ. ഇല്ലെങ്കിൽ ഓഫീസ് കഴിഞ്ഞിട്ടാണെങ്കിലോ? അപ്പൊ ഞാൻ പിന്നെ ബിസി ആയിരിക്കും. ഓ, ക്യാൻ യു പ്ലീസ് ലീവ് മീ അലോൺ? ഓക്കെ.